നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകളും മസ്റ്റിംഗ് പൂർത്തിയാക്കണമെന്ന് സർക്കാർ അറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോഴും 70% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനർത്ഥം ഓരോ വാർഡിൽ നിന്നും ഇനിയും പെൻഷൻ വാങ്ങുന്ന 30% ആളുകൾ ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാനുണ്ട്. മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ ഏത് അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അക്ഷയയിൽ തിരക്കാണെങ്കിൽ അപ്പുറത്തുള്ള ഏത് അക്ഷയയിൽ പോയി നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അക്ഷയ സെൻറ്റർ നേരിട്ട് നടത്തുന്ന ക്യാമ്പിൽ നിന്നും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത എല്ലാ ആളുകളെയും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. കിടപ്പിലായ അല്ലെങ്കിൽ അക്ഷയയിലേക്ക് നേരിട്ട് വരാൻ സാധിക്കാത്ത രോഗികളുണ്ടെങ്കിൽ അവർ പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ അറിയിച്ചു കഴിഞ്ഞാൽ അക്ഷയയിലെ സ്റ്റാഫുകൾ വീട്ടിൽ വരികയും അവിടെ നിന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും. അക്ഷയയിൽ നിന്നും സ്റ്റാഫുകൾ വന്നിട്ട് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വാർഡ് മെമ്പറെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ലൈഫ് സർട്ടിഫിക്കറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ആ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഓണത്തിന് മുമ്പുള്ള ഗഡുക്കളും മറ്റും ലഭിക്കുക. ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ആ പെൻഷൻ ലഭിക്കണമെങ്കിൽ എല്ലാം മസ്റ്റിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഏകദേശം 90% ആളുകൾ മാത്രമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. 10% ആളുകൾ എല്ലാ വർഷവും പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്നുണ്ട്. മസ്റ്റിംഗ് കറക്റ്റ് സമയത്ത് ചെയ്യാത്തത് മൂലമാണ് അവർക്കെല്ലാം പെൻഷൻ പണം ലഭിക്കാത്തത്. അതുപോലെ തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടും പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് പഞ്ചായത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. പല ആളുകളും പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. വീട്ടിൽ 1000 സ്ക്വയർ ഫീറ്റ് മേലെ വീടുണ്ടാവുക, അല്ലെങ്കിൽ കാറ്, അതുപോലത്തെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുള്ള ആളുകളുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് അവർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് നേരിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനുള്ള പരിഹാര മാർഗ്ഗവും അവർ പറഞ്ഞു തരും. അത് ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും പെൻഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.